അവര് 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു സാർ. ആര്? അല്ല, ആ പിറവത്തുകാരെ. പിറവത്തെന്താ? ഇന്ന് ഞാൻ അവിടെ പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ഈ യാത്ര വന്നുകൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. കഴിഞ്ഞ തവണ പന്തളത്തൊരു പെണ്ണ് കാണാൻ പോകാനുണ്ടായിരുന്നു. അപ്പോഴാ സാറ് അത്യാവശ്യമായിട്ട് എന്നെ ബാംഗ്ലൂർക്ക് അയച്ചത്. അതുകൊണ്ട് അതും നടന്നില്ല. അവരോട് പിന്നൊരു ദിവസം ചെല്ലാന്ന് താൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരാ പെങ്കൊച്ചിന്റെ കല്യാണം നടത്തി. പ്രായം കുറച്ചായി സാറേ. ഈ നിലയ്ക്ക് പോയാൽ ഞാൻ മൂത്ത് വരച്ച് നിൽക്കത്തേ ഉള്ളൂ. നമുക്കുള്ളത് നമ്മളെ തേടി വരുള്ളൂ. നവീൻ ഗോപാൽ വർമ്മയെ തേടി ഗാഥാ ശ്രീനിവാസ് വന്നതുപോലെ. എന്താടോ? അറിയില്ല, ഇറങ്ങി നോക്ക സാർ. സാറേ, ബാറ്ററി ഡൗൺ. ഒന്ന് തളഞ്ഞു. ഞാൻ തള്ളാം. സാറേ ഒന്ന്. സാറേ ഒറ്റയ്ക്ക് തള്ളിയിട്ട് നീങ്ങുന്നില്ല. ഞാൻ ഇറങ്ങണം? ഏയ് സാർ അവിടെ ഇരുന്നു. ഞാനേ തള്ളാൻ പറ്റി ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്താ ചേട്ടാ, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. എല്ലാരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോവാ. അതിനിടെ സമയം കളയാനില്ല. നിക്കേട്ടാ, ഒരാളൊരു ഉപകാരം ചോദിക്കുമ്പോ അത് ചെയ്യണ്ടേ? ആരുടെ വണ്ടിയാ? മുതലാളിയുടെ. മുതലാളി വണ്ടിയിലുണ്ട്. ആഹാ, പൊതുവേ മുതലാളിമാരൊക്കെ നന്നായിട്ട് തള്ളുന്നവരാണല്ലോ. എന്നിട്ട് വണ്ടി അണങ്ങിയില്ലേ? ഒന്ന് സഹായിക്കൂ കുട്ടി. മുതലാളിയുടെ വണ്ടിയല്ലേ, അങ്ങനെ ചുമ്മാ തള്ളിത്തരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 2000 രൂപ തരണം. 2000 രൂപയോ? ഇതൊരു ഉപകാരമല്ലേ? ഞങ്ങൾ സാധാരണ 2000 രൂപയ്ക്ക് ഉപകാരം ചെയ്യാറുള്ളൂ. ചെന്ന് തന്നെ മുതലാളിയോട് ചോദിക്കും. സമ്മതാണെങ്കിൽ ഞങ്ങൾ വണ്ടി തള്ളിത്തരാം. നീ ഇതിന്റെ ഇടയ്ക്ക് ഒരു കച്ചവടം ഒപ്പിച്ചല്ലേ? ഇരിക്കട്ടെടി, വെറുതെ നല്ലല്ലോ, പണിയെടുത്തിട്ടല്ലേ. അതിനെന്താ, കൊടുത്തേക്കാം. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണം. ഓക്കെ സാർ. അയ്യോ പാമ്പ്! അയ്യോ പാമ്പ്! അയ്യോ ഓടിക്കഴിഞ്ഞേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതങ്ങ് പൊക്കോളും. എന്താ ഒരു മരപ്പണി! വീട് വയ്ക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു വീട് വെക്കണം. എങ്ങനെ വെക്കും? അതിന് വല്ല പണി എടുക്കണ്ടേ? ഞാനൊന്നും പറഞ്ഞില്ലേ. അതാ നല്ലത്. മോളെ നീ വാ, നമുക്ക് ഇവിടെ ബാക്കിയുള്ളവരുടെ കൂടെ പോയി നോക്കാം. അല്ലെങ്കിൽ ഇവൾ എന്നെ കടിക്കും. എടാ ഇറങ്ങിറങ്ങ്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേ. അതെ, കൂട്ടത്തിൽ 1-2 പേരെ ഇങ്ങോട്ട് വിളിച്ചോ. 1-2 മുറി വൃത്തിയാക്കാനുണ്ട്. ശരി ചേച്ചി. മോളെ, നിങ്ങൾ ആരെങ്കിലും 2 പേര് അകത്തേക്ക് വന്നേ. എന്തിനാ? അകത്തൊരു മുറി വൃത്തിയാക്കാനുണ്ട്. അതെ, ഞങ്ങൾ വന്നത് കളം വരയ്ക്കാനാ, അല്ലാണ്ട് വീട്ടു ജോലിക്കല്ല. അതിന് വേറെ ആളെ നോക്കണം. ആ മുറി വൃത്തിയാക്കുകയാണെങ്കിലേ ഞാൻ കുറച്ച് കൂടുതൽ കാശ് നിങ്ങൾക്ക് അങ്ങോട്ട് മേടിച്ചു തരാം. കാശ് കിട്ടുവോ? മേടിച്ചു തരാമെന്നേ. അങ്ങനെയാണെങ്കിൽ നോക്കാം. എടി, അതിനകത്തേക്കൊന്നും കേറണ്ട.
ഈ തമ്പുരാട്ടിമാർക്കൊക്കെ വലിയ ഭാവം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? തമ്പുരാട്ടിമാർക്ക് വലിയ ഭാവമാണെങ്കിലേ നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട. നീ ചെന്നേ ആ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കും. ഗീതു നീ എന്റെ കൂടെ വാ. നടക്കട്ടെ. വാ. അതെ, കാറ്റ് വരുമ്പോ ഇതും കൂടി ഓർമ്മ വേണം, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലിട്ട് ഞാൻ നാട്ടിക്കും. എന്റെ കൃഷ്ണൻ ഞാൻ മേടിച്ചു തരാം. ആദ്യം അകത്തോട്ടൊന്ന് കേറും. യെസ്, ഞാനും അത് പറയാൻ നിൽക്കായിരുന്നു. ഇനി വല്ലപ്പോഴും ഒന്നും ഗാഥയെ കാണണമെന്ന് തോന്നിയ ഏതെങ്കിലും സർപ്പക്കാവിൽ പോയി നോക്കേണ്ടി വരുമായിരിക്കും. മതി മതി, ഇത്രയ്ക്ക് കളിയൊക്കൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കൂടി ഒരു റിസോർട്ടിൽ പോയില്ലേ? ആ റിസോർട്ടിനെ കുറിച്ച് 2 പേർക്കും എന്തായിരുന്നു അഭിപ്രായം? ഇറ്റ്സ് അമേസിംഗ്. എന്ത് നല്ല കൺസ്ട്രക്ഷൻ ആയിരുന്നു, അവിടുത്തെ തൂണുകളും വാൾസും ഒക്കെ. അതെന്താണെന്നറിയോ? ചെങ്ങന്നൂർ രാജവംശത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പഴയ കൊട്ടാരം അത്. അതിന് ഇത്രയ്ക്കും ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ട് ഇപ്പൊ തറവാടുകളോട് എന്താ ഒരു പുച്ഛം? ഇവള് നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇപ്പോഴേ ഭർത്താവിന്റെ വീട്ടുകാരെ ന്യായീകരിച്ചു തുടങ്ങി. വാല്യൂബിൾ ആയിട്ടുള്ള ഒന്നിനെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, അത് പഴയതായാലും പുതിയതായാലും. യു റൈറ്റ് മോളെ. അല്ല, എന്തിന്റെ ആയിരുന്നു തർക്കം? ഒന്നുമില്ല മമ്മി, ഇവളുമാരുടെ ഓരോ സംശയത്തിന് മറുപടി പറഞ്ഞതാ. ആ